റിപ്പോർട്ടിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് നമ്മൾ അടുത്തതായി പോകുന്നത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി ദിവ്യക്കെതിരായ അഴിമതി ആരോപണത്തിൽ വീണ്ടും വിജിലൻസ് അന്വേഷണത്തിന് നീക്കം. ദിവ്യയ്ക്ക് ക്ലീൻ ചിറ്റ് നൽകിയത് പുനഃപരിശോധിക്കും. അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ കഴിയുമോ എന്നാണ് പരിശോധിക്കുക. വിജിലൻസ് മേധാവിയിൽ നിന്ന് ആഭ്യന്തര വകുപ്പ് റിപ്പോർട്ട് തേടിയിരിക്കുന്നു. നടപടിക്രമങ്ങളിൽ വീഴ്ചയെന്ന മുൻ റിപ്പോർട്ടാണ് ആയുധമാക്കാൻ പോകുന്നത്. ഹരിമോഹനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഹരി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഭരണം മാറിയതിന് പിന്നാലെ ആ ക്ലീൻ ചിറ്റ് അംഗീകരിക്കാൻ തയ്യാറല്ല. പുതിയ രീതിയിൽ അന്വേഷണം നടത്താൻ പോവുകയാണോ? എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? പുനഃപരിശോധിക്കാൻ പോകുന്നു ആ ക്ലീൻ ചിറ്റ് നടപടി എന്നതാണ്. അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ കഴിയുമോ? എന്താണ് വിശദാംശങ്ങൾ? നടപടിക്രമങ്ങളിൽ വീഴ്ചയെന്ന മുൻ റിപ്പോർട്ട് തീർച്ചയായും ഇതിൽ നിർണായകമാകുമല്ലേ? പിന്നെ തീർച്ചയായിട്ടും അതിൽ 4 മാസം മുൻപ് ഒരു ക്ലീൻ ചിറ്റ് പി ദിവ്യയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്നു. ആകെ അതിനകത്ത് പ്രതിക്കൂട്ടിലാക്കിയത്, എൽ.ഡി.എഫ് സർക്കാരിന്റെ കാലത്ത് പ്രതിക്കൂട്ടിലാക്കി നിർത്തിയത് മുൻ പഞ്ചായത്ത് സെക്രട്ടറിയെ മാത്രമാണ് എന്നുള്ളതാണ്. അതായത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ചില നടപടിക്രമങ്ങളിലെ വീഴ്ച മാത്രമാണ് ഉണ്ടായത്. മറിച്ച് പി ദിവ്യയ്ക്ക് പൂർണ്ണമായും ക്ലീൻ ചിറ്റ് നൽകുകയായിരുന്നു എൽ.ഡി.എഫ് സർക്കാർ ചെയ്തത്. അതുകൊണ്ട് തദ്ദേശ വകുപ്പിന്റെ വിജിലൻസ് മാത്രം അന്വേഷിച്ചാൽ മതി, സംസ്ഥാന വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ അന്വേഷിക്കേണ്ടതില്ല, ഇതിൽ അഴിമതിയില്ല, അനധികൃതമായി ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ള നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ എത്തി. പക്ഷേ ഇത് UDF സർക്കാർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇതിലൊരു അന്വേഷണം നടന്നിട്ടില്ല എന്നുള്ളതാണ് സാങ്കേതികമായുള്ള പ്രശ്നം. നടന്നത് വെറും വേരിഫിക്കേഷൻ മാത്രമാണ്. അതായത് പരാതിക്കാരനായ KSC സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ് നൽകിയിട്ടുള്ള ചില രേഖകളുടെയൊക്കെ തന്നെ വേരിഫിക്കേഷൻ നടത്തി വളരെ വേഗത്തിൽ തന്നെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി നൽകി. ആ റിപ്പോർട്ടിന്മേൽ പിന്നീട് ഒരു നടപടിയും സ്വീകരിക്കാത്തത് കൊണ്ട് ഷമ്മാസ് ഹൈക്കോടതിയിൽ പോയത് കൊണ്ട് മാത്രമാണ് പിന്നീട് സർക്കാർ ഇതിനകത്ത് കേസെടുക്കാൻ കഴിയില്ല, ഇതിൽ ക്ലീൻ ചിറ്റ് നൽകുന്നു എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചത്. പക്ഷേ ആ ക്ലീൻ ചിറ്റ് എന്ന് പറയുന്നത് കൃത്യമായി അന്വേഷിക്കാതെ നൽകിയതാണ് എന്നുള്ളതാണ് UDF സർക്കാരിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ഇതുവരെ നടത്തിയിട്ടുള്ള അന്വേഷണത്തിന്റെ പൂർണ്ണ വിവരങ്ങളെല്ലാം തന്നെ വിജിലൻസ് മേധാവിയിൽ നിന്ന് ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ തേടിയിരിക്കുന്നു. ഒപ്പം തന്നെ അന്ന് ഈ കേസ് അന്വേഷിക്കുന്ന സമയത്ത് വിജിലൻസ് മേധാവിയായിരുന്ന LDF സർക്കാരിന്റെ കണ്ണിലെ കരടായിരുന്ന, കുറെ കാലം കണ്ണിലെ കരടായിരുന്ന യോഗേഷ് ഗുപ്ത, ആ യോഗേഷ് ഗുപ്ത കഴിഞ്ഞ ദിവസം സംസ്ഥാന പോലീസ് മേധാവിയെയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ തന്നെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ പങ്കുവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആ കാലത്ത് തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ടുകൾ, വിവരങ്ങളെല്ലാം തന്നെ പരസ്പരം ഇവർ തമ്മിൽ പങ്കുവച്ചിട്ടുണ്ട്. അതായത് ഇതിൽ ഒരു സർക്കാർ ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള ഒരു കേസിൽ പിന്നീട് അടുത്ത സർക്കാർ വരുമ്പോൾ അതിലൊരു പുനരന്വേഷണം സാധ്യമാകുമോ എന്നുള്ള നിയമപരമായ പ്രശ്നം മാത്രമായിരുന്നു ഇതിൽ കുറെ ദിവസമായി നിലനിന്നത്. പക്ഷേ അങ്ങനെ നിയമപരമായി നിലനിൽക്കും, അങ്ങനെ പുനഃപരിശോധിക്കാൻ കഴിയും, പുനരന്വേഷണം നടത്താൻ കഴിയും എന്നുള്ള കൃത്യമായ നിയമോപദേശം ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് ആഭ്യന്തര വകുപ്പിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് വെറും ഒരു അതിലെന്താണ് മറുപടി നൽകിയിരിക്കുന്നത് വിജിലൻസ് മേധാവി? വിനിത, അതിൽ ഒറ്റയടിക്ക് കേസെടുക്കാൻ കഴിയില്ല. പക്ഷേ ഇതുവരെ നടത്താതിരുന്ന പ്രാഥമിക അന്വേഷണം ഇതിനകത്ത് നടത്താൻ കഴിയും. ആ പ്രാഥമിക അന്വേഷണം നടത്തിക്കൊണ്ട് സമർപ്പിക്കുന്ന റിപ്പോർട്ടിന് ശേഷം മാത്രമായിരിക്കും ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഇവിടെ LDF സർക്കാരിന്റെ കാലത്ത് അങ്ങനെ ഒരു പ്രോസസ്സിലേക്ക്, പ്രക്രിയയിലേക്ക് പോലും കടന്നിട്ടുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പി ദിവ്യക്കെതിരായിട്ടുള്ള അഴിമതി ആരോപണത്തിൽ ആദ്യം പ്രാഥമിക അന്വേഷണം നടത്തും. ആ പ്രാഥമിക അന്വേഷണത്തിന് ശേഷം ഒരു റിപ്പോർട്ട് തയ്യാറാക്കി നൽകുകയും തുടർന്നാണ് അതിനകത്ത് അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇപ്പോഴുള്ള ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പിനെ ഏൽപ്പിച്ചിരിക്കുന്ന നടപടിക്രമങ്ങളിലെ വീഴ്ച എന്ന് പറയുന്ന ഒരു സംഗതി മാത്രമല്ല അതിനകത്തുണ്ടായിട്ടുള്ളത്. അതായത് കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള കമ്പനി അതൊരു ബിനാമി കമ്പനിയാണ്. അത് പി ദിവ്യയുടെ പേരിൽ ഉള്ള, അല്ലെങ്കിൽ പി ദിവ്യയുടെ ബിനാമി കമ്പനിയാണ്. അത് 12 കോടി രൂപയിലധികം കരാറുകൾ ഈ കമ്പനിക്ക് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ പി ദിവ്യ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ പാലക്കയം തട്ടിലെ ഭൂമി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു ആരോപണം കൂടിയുണ്ട്. അപ്പോൾ ഈ 2 ആരോപണങ്ങളും പരിശോധിക്കുമെന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് അധികം വൈകാതെ തന്നെ ഒരു സർക്കാർ തലത്തിൽ തന്നെ അതൊരു ഔദ്യോഗിക തീരുമാനത്തിലേക്ക് തന്നെ എത്തുമെന്നുള്ളത് മനസ്സിലാക്കുന്നു. അതിന്റെ ബാക്കി നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി വരികയാണ്. ഇപ്പോൾ വിജിലൻസ് ഇതുവരെ അന്വേഷിച്ചിട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ടായി സമർപ്പിച്ചു. ഒപ്പം തദ്ദേശ വിജിലൻസ് ഇതുവരെ നടത്തിയിട്ടുള്ള അന്വേഷണത്തിന്റെ റിപ്പോർട്ടും സർക്കാർ വാങ്ങിയിട്ടുണ്ട്. ശരി, ഏതായാലും അങ്ങനെ ക്ലീൻ ചിറ്റ് നൽകിയത് പുനഃപരിശോധിക്കാൻ ഒരുങ്ങുന്നു എന്നതാണ് ഹരിമോഹൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ അതൊരു നിർണായക നീക്കം തന്നെയായിരിക്കും. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്നതാണ് ആരോപണമായി ഉയർന്നിരുന്നത്. തീർച്ചയായും അത്തരം നടപടിക്രമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് കേസെടുക്കാൻ കഴിയുമോ എന്നതാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പരിശോധിച്ചു വരികയും ചെയ്തത്. ഹരിമോഹൻ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.